ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ ഇന്ത്യ തുടങ്ങിയ ശേഷം അത് നിർത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാനും അറിയാം, ലോകരാജ്യങ്ങൾക്കും അറിയാം. പാകിസ്ഥാൻ സർ ക്രീക്കിൽ വലിയ രീതിയിലുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഇല അനങ്ങിയാൽ പിന്നെ കറാച്ചിയും ലാഹോറും മറന്നേക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കരസേനാ മേധാവിയും നമ്മുടെ എയർ മാർഷലും അടക്കം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചീഫ് ഓഫ് ഡിഫൻസ് അടക്കം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഇനി ശക്തമാക്കുകയാണ് എന്നുള്ള പ്രസ്താവനകളൊക്കെ പലപ്പോഴായി ഇറക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ വരുന്നൊരു റിപ്പോർട്ട് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നൊരു റിപ്പോർട്ടാണ്. ഓപ്പറേഷൻ 2.0 എങ്ങനെയായിരിക്കും എന്ന് പാകിസ്ഥാന് ജപ്പാൻ സൈനിക തിങ്ക് ടാങ്കുകൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ഭയക്കണം. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യ കടലിൽ കൂടെ വന്നടിക്കും, ഇന്ത്യ ആകാശത്ത് കൂടെ വന്നടിക്കും, ഇന്ത്യ കരയിൽ കൂടെ വന്നടിക്കുമെന്നാണ്. പക്ഷേ ഓപ്പറേഷൻ 2.0 ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബഹിരാകാശത്ത് നിന്ന് അടിക്കാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ച മനുഷ്യരാശിയുടെ ആദ്യത്തെ പൂർണ്ണ സ്പെക്ട്രം സ്പേസ് ഫൈറ്റായി വളരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ബഹിരാകാശ യുദ്ധമാണ് ഇന്ത്യ തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ നമുക്കറിയാമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കണ്ട് അമ്പരന്നുകൊണ്ട് പല രാജ്യങ്ങളും ഇതിനെപ്പറ്റി പഠിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു വാർഫെയർ അവർ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം ഒരു ഡമ്മി വിമാനം അയക്കുക, അതിനുശേഷം അവിടെയുള്ള ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ഡിറ്റക്ട് ചെയ്യുക, പിന്നീട് നമ്മൾ റഫേലിനെ അയച്ച് അതിനെ തകർക്കുക, ഡമ്മി അയക്കുമ്പോൾ ഇവർക്കിത് മനസ്സിലാകാത്തൊരു സാഹചര്യം ഉണ്ടാകുക. ഇതൊക്കെ വളരെ തന്ത്രപരമായിരുന്നു ഇന്ത്യയുടെ യുദ്ധ രീതി എന്ന് പറയുന്നത്. അതുപോലെ സ്പേസിൽ നിന്നാണ് ഇനി അടിക്കാൻ പോകുന്നത്. ലോക രാജ്യങ്ങളെല്ലാം നടുങ്ങി നിൽക്കും ഇന്ത്യയുടെ അടി കണ്ട് എന്നാണ് ഇപ്പോൾ ജപ്പാനിലെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് നിറ്റ്സ് ഇപ്പോൾ പറയുന്നത്. ഭയാനകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇതെന്നാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങൾ ഇതിനെ വിശ്വസിപ്പിക്കുന്നത്. ഇസ്ലാമാബാദിൻ്റെ ചാരക്കണ്ണുകളെ തളർത്താൻ ഇന്ത്യ അതിൻ്റെ ആൻറ്റി സാറ്റലൈറ്റ് ആയുധ ശേഖരം അഴിച്ചുവിടും. ASAT അതിനെ അഴിച്ചുവിടുമെന്നാണ് പറയുന്നത്. ഇതോടുകൂടി ബഹിരാകാശത്ത് പാകിസ്ഥാൻ അയച്ചിരിക്കുന്ന സകല ചാരക്കണ്ണുകളും സമ്പൂർണ്ണമായി അടിച്ച് തകർക്കും. അതോടുകൂടി പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെടും. പിന്നീട് പാകിസ്ഥാനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാകാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂർ 2.0യിൽ 20ലധികം ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങളെ ഇന്ത്യ നിർവീര്യമാക്കുമെന്നും SAB-2000 ഏരിയയെ അവാക്സ് അടക്കമുള്ള പാകിസ്ഥാൻ്റെ ആസ്തികളെ ഇന്ത്യ തകർക്കുമെന്നും ഇതെല്ലാം ബഹിരാകാശത്ത് നിന്ന് സംഭവിക്കുന്നതാണ്. ലോകത്തിലെ 4ാമത്തെ അസാറ്റ് ശക്തിയാണ് ഇന്ത്യ എന്നുള്ളത് മറക്കരുത് എന്നും പാകിസ്ഥാൻ്റെ വളർന്നു വരുന്ന ഉപഗ്രഹ നക്ഷത്ര സമൂഹത്തെ തകർക്കാൻ ഗ്രൗണ്ട് ലോഞ്ചിങ് ഹൈപ്പർസോണിക് ഇൻ്റർസെപ്റ്ററുകൾ ഇന്ത്യ വിന്യസിക്കുമെന്നും ബീജിംഗ് പിന്തുണയുള്ള ലൈവ് ISR ഫീഡുകൾ ഇന്ത്യ വിച്ഛേദിക്കുമെന്നും കൃത്യമായി ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുക. അത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതായത് നിറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇന്ത്യ നിങ്ങളിപ്പോൾ കരയിൽ നിന്ന് അടിക്കുമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കടലിൽ നിന്ന് അടിക്കുമെന്ന് പറഞ്ഞോ നേവിയൊക്കെ നിങ്ങൾ ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അടി വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് നിന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ നിറ്റ്സ് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.